മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇത് എന്തായാലും മനസ്സിലാവും. ഒരു വീക്ക് ഫുള്ള് വർക്കും കഴിഞ്ഞ് വീക്ക് ഓഫിൻ്റെ അന്ന് രാവിലെ സമാധാനമായിട്ട് എണീക്കുമ്പോഴായിരിക്കും സർപ്രൈസ് ഞാൻ വന്നു എന്നും പറഞ്ഞ് മൈഗ്രെയിൻ വരിക. 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് കഠിനമായ തലവേദന നോസിയൊക്കെ വന്നപ്പോൾ അമ്മ എന്നെ തൃശ്ശൂരിലുള്ളവർക്ക് അറിയുണ്ടാവും ഡോക്ടർ തമ്പി ജോൺ പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോകണേ. അന്നാണ് ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കണ. അമ്മയിൽ നിന്ന് ആ ചെറുപ്രായത്തിൽ എനിക്കൊരു പാരമ്പര്യ സ്വത്ത് കിട്ടിയിട്ടുണ്ട്, മൈഗ്രെയിൻ. അന്ന് തുടങ്ങി പല കാലഘട്ടങ്ങളിലായി പലതരം ചികിത്സാ രീതികൾ ഞങ്ങൾ പരീക്ഷിച്ചു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, നാട്ടുമരുന്ന്, ഒറ്റമൂലി, പിന്നെ വരണവരും പോണവരും അഡ്വൈസ് ചെയ്യണ പല ഹോം റെമഡീസും ഒന്നും ഏറ്റിട്ടില്ല. കുറച്ചധികം പണിയെടുത്താൽ, വെയിലത്ത് പോയാൽ, ട്രാവൽ ചെയ്താൽ, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയാലും ഒന്നും വേണ്ട. ഒരു ദിവസം വീട്ടിലിരുന്ന് കുറച്ച് കൂടുതൽ ഉറങ്ങി കുറേ മ്യൂസിക് കേട്ട് ചില്ലിയാന്നൊക്കെ വെച്ചാൽ അന്നും വരും മൈഗ്രെയിൻ. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ, കുറച്ച് സ്വീറ്റ്സ്, പുളി, ഉപ്പ്, ഇനി ഒന്നും കഴിച്ചില്ലെങ്കിലും വരും മൈഗ്രെയിൻ. കുറച്ച് വിഷമിച്ചാൽ, ടെൻഷൻ അടിച്ചാൽ പോട്ടെ, കുറേ സന്തോഷിച്ചാൽ വരെ വരും മൈഗ്രെയിൻ. ചില സ്മെല്ല് പറ്റില്ല, ലൈറ്റ് പറ്റില്ല. പിന്നെന്താ നിങ്ങൾക്ക് പറ്റുക? അതെന്നെയാണ് എനിക്കും അറിയാത്തത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, മൈഗ്രെയിൻ ഇല്ലാത്തവരുടെ ലൈഫൊക്കെ എന്ത് ഈസിയല്ലേ.